മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിലേക്ക് പ്രബോധനത്തിന് അയച്ചത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയ. ഈ കൂട്ടത്തിൽ ചെറുപ്പക്കാരുള്ളത് കൊണ്ട് ആരാ മിസ്അബ് റളിയല്ലാഹു അൻഹു എന്നാദ്യം നമ്മൾ അറിയണം. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നിത്തുടങ്ങി നിരീശ്വരവാദമാ സമാധാനമെന്ന്, മതമാണ് പ്രശ്നക്കാരനെന്ന്. അതുകൊണ്ട് നിരീശ്വരവാദത്തിലേക്കും കുത്തയിഞ്ഞ ലൈംഗികതയിലേക്കും മതനിരാസത്തിലേക്കും ലിബറലിസത്തിലേക്കും ഇന്നത്തെ കൗമാരങ്ങളെയും യൗവനങ്ങളെയും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. പരസ്പരം ഇണചേരുന്ന ലൈംഗികതയുടെ ചിത്രങ്ങൾ കാണിച്ച് ഞാനും നീയും വന്ന വഴി അശ്ലീലമല്ലെന്ന് ബോധ്യപ്പെടുത്തി കുത്തയിഞ്ഞ ലൈംഗിക അരാജകത്വത്തിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ ചിലർ പണിയെടുക്കാൻ തുടങ്ങി. ആണും വിവാഹം കഴിക്കലും സ്വവർഗരതിയൊക്കെ വിപ്ലവാത്മകമാണെന്ന് ഫ്ലെക്സ് ബോർഡുകളിലൂടെയും ക്യാമ്പസുകളിലൂടെയും നമ്മളെ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങി. പേനക്കത്തിയുടെ ചുണ്ടുവിരലുകളെ കൊണ്ട് സഹപാഠിയെ മുതുക്കത്ത് ചിത്രം വരച്ച് രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളായി ജീവിതം ഹോമിക്കുന്ന, കള്ളിലും കഞ്ചാവിലും മദ്യത്തിലും മയക്കുമരുന്നിലും ലൈംഗികതയിലും സ്വവർഗരതിയിലും അഭിരമിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ യുവാക്കളെ, നിങ്ങളെക്കാൾ ദുനിയാവിനെ മോഹിക്കുകയും ആർഭാടത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത ഒരു സ്വഹാബിയായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. ദിവസം 3 നേരം വസ്ത്രം മാറും. ശരീരത്തിൽ പുരട്ടുന്ന സുഗന്ധം മക്കയിലെ തെരുവിലൂടെ മണിക്കൂറുകളോളം വാസനിക്കും. കുലീനകളായ സ്ത്രീകൾ മുതൽ ചെറിയ കുട്ടികൾ വരെ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ നോട്ടത്തിന് വേണ്ടി കാത്തിരിക്കും. അത്രയേറെ സുന്ദരൻ, അത്രയേറെ ആരോഗ്യ ദൃഢഗാത്രൻ, പണക്കാരൻ. അദ്ദേഹം അല്പ ദിവസം വീട്ടിൽ നിശബ്ദനായി ഇരിക്കുന്നത് കണ്ടപ്പോ ഉമ്മ ചോദിച്ചു, മോനെ എന്താ എനക്ക് പറ്റിയത്? മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദ് എന്ന ആ പ്രവാചകന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുവരെ മകനെ സ്നേഹിച്ച മാതാവ് മകന്റെ മുഖത്തു നോക്കി പറഞ്ഞു, ഇറങ്ങിക്കോ മോനെ വീട്ടിൽ നിന്ന്. നീ എന്ന് മുഹമ്മദിനെ ഒഴിവാക്കി വരുന്നോ അന്നേ നിനക്കെന്റെ സ്വത്തിൽ അവകാശമുണ്ടാകൂ. ഒരക്ഷരം ശബ്ദിക്കാതെ ഉമ്മാന്റെ അരികിൽ നിന്നും അന്നൊടുത്ത ഉടുമുണ്ടുമായി മിസ്അബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ അരികിലേക്ക് കയറി ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. റസൂലുള്ളാന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. 3 മാസങ്ങൾക്കപ്പുറം അള്ളാന്റെ ഹബീബ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്അബേ, നിങ്ങൾ മദീനയിലേക്ക് പോണം. മദീനക്കാരെ താങ്കൾ ദഅവത്ത് ചെയ്യണം, ദീൻ പഠിപ്പിച്ചെടുക്കണം. സന്തോഷത്തോടെ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെട്ടു. അന്ന് മദീനയിലെത്തിയ മിസ്അബിനെ കൊല്ലാൻ മദീനത്തെ ചില ശത്രുക്കളെ ഏൽപ്പിച്ച ഗുണ്ടയായിരുന്നു സഅദ് എന്ന ചെറുപ്പക്കാരൻ. സഅദ് എന്ന ചെറുപ്പക്കാരൻ മിസ്അബിനെ കൊല്ലാൻ വേണ്ടി കാത്തിരുന്നു. വിഷം പുരട്ടിയ കടാരയുമായി കാത്തിരുന്നു. പക്ഷേ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ കേൾക്കുമ്പോ അദ്ദേഹത്തിന് വാളെടുക്കാൻ പറ്റുന്നില്ല. പലതവണ അദ്ദേഹം വാളൂരി. പക്ഷേ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിന്റെ വാക്കുകൾ കേട്ടപ്പോ അദ്ദേഹം അറിയാതെ കണ്ണ് നിറയാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, മിസ്അബേ, ഇത്ര രസകരമാണ് ഇസ്ലാമെങ്കിൽ, ഇത്ര ഭംഗിയാണ് അള്ളാന്റെ ഖുർആനെങ്കിൽ എനിക്ക് നിങ്ങളുടെ പ്രവാചകനെ ഒന്ന് കാണണം, എനിക്കൊന്ന് ഇസ്ലാം മതം സ്വീകരിക്കണം. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാന്റെ അരികിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയാണെന്നറിയോ? 30 വയസ്സ്. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്, ഷഹീദാവുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് നിർണായകമായ പല ഘട്ടങ്ങളും ഇസ്ലാമിക ലോകത്തുണ്ട്. അതിൻ്റെ ഇടക്കുള്ള ബദർ യുദ്ധത്തിൽ അന്ന് മദീനക്കാരായ അൻസാരികളുടെ നേതാവായി റസൂലുള്ള തെരഞ്ഞെടുത്തത് ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാ. ബദറിന്റെ രണാങ്കണത്തിൽ 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ മറുഭാഗത്ത് കാണുമ്പോ അള്ളാന്റെ റസൂലുള്ള അൻസാരികളുടെ നേതാവായ സഅദിന്റെ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, മോനെ സഅദേ, എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂല് കൂട്ടിക്കൊണ്ടോന്ന് കുരുതി കൊടുത്തു എന്ന് പറയരുത്. 900 ശത്രു സൈന്യത്തെ മറുഭാഗത്ത് ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ 314 പേരെയും അവർ വകവരുത്തും. നമുക്കൊരു പക്ഷേ മടങ്ങിപ്പോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സഅദേ, എന്ത് ചെയ്യണം? മുൻപോട്ട് പോയി ശത്രുക്കളോട് യുദ്ധം ചെയ്യണോ, അല്ലെങ്കിൽ മദീനത്തേക്ക് തിരിച്ചോടണോ? അന്ന് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാന്റെ റസൂലേ, സഅദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഅദിന്റെ ശവത്തിൽ നിന്ന് ബദറിന്റെ മണലിൽ മരിച്ചു കിടക്കുന്ന ഈ സഅദിന്റെ മയ്യത്തിൽ നിന്ന് കഴുകന്മാര് മാംസം കൊത്തിവലിക്കുന്നത് കണ്ടാൽ, ശ്വാസമില്ലെന്നുറപ്പ് വരുത്തിയാൽ
താങ്കൾ തിരിച്ചോടണം സഅദിന്റെ വീട്ടിലേക്ക്. കാരണം എന്റെ ഭാര്യയും മക്കളും നിങ്ങളെ പൊന്നുപോലെ സംരക്ഷിക്കും റസൂലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ സഅദ് ബിൻ മുആദിനെ അൻസാരികളുടെ നേതാവായി വാഴിച്ചു. 35-ാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിനിടയിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറിനാ വെട്ടുകിട്ടുന്നത്. രക്തം വാർന്നൊലിച്ച് അല്പം ക്ഷീണം ബാധിച്ച സഅദ് ബിൻ മുആദ് യുദ്ധത്തിന് മുൻപോട്ട് പോകാൻ പറ്റാതെ മണലിൽ കുനിഞ്ഞിരിക്കാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, സഅദേ എന്ത് ചെയ്യണം? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്നെ മദീന പള്ളിയോടൊന്ന് ചാരിക്കടത്തണം. മദീന പള്ളിയോട് എന്നെ ഒന്ന് ചാരിക്കടത്തണം, എനിക്ക് അവിടെ കിടന്ന് മരിക്കണം. സഹാബാക്കൾ റസൂലുള്ളാഹിനെ അഥവാ പ്രവാചകൻ കാണാതെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയോട് ചാരിക്കടത്തും. പിന്നീട് വിവരമറിഞ്ഞ പ്രവാചകൻ ഓടിക്കതച്ചു വരുന്നത് അതേ പള്ളിയുടെ മുൻഭാഗത്ത് കിടക്കുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കാണും. റസൂലുള്ളാഹിനെ കണ്ട ഉടനെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തന്റെ അര ഉപയോഗിച്ച് പള്ളിന്റെ പിൻഭാഗത്തേക്ക് ഇങ്ങനെ നിരങ്ങി മാറും. സഹാബാക്കൾ പറയുന്നുണ്ട്, സഅദിന്റെ രക്തത്തുള്ളികൾ മദീനത്തെ പള്ളിയുടെ മുൻപിലുള്ള മണലുകളിൽ ഉറ്റുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തിനാ സഅദേ താങ്കൾ പിൻഭാഗത്തേക്ക് മാറുന്നതെന്ന് ചോദിച്ചപ്പം സഅദ് ബിൻ മുആദിന്റെ മറുപടി, എന്റെ മുറിവ് കണ്ട് അള്ളാന്റെ റസൂല് കരയാൻ പാടില്ല. അള്ളാന്റെ ഹബീബ് കരഞ്ഞാൽ അത് ഇസ്ലാമിന്റെ കരച്ചില. അതുകൊണ്ട് എന്റെ മുറിവ്, സഅദിന്റെ മുറിവ് ഇസ്ലാമിനോ പ്രവാചകനോ ഒരു സങ്കടം ഉണ്ടാക്കാൻ പാടില്ല. ഇതും പറഞ്ഞ് പിൻഭാഗത്തേക്ക് മാറിക്കടന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ റസൂൽ ഓടിക്കതച്ച് പള്ളിന്റെ പിന്നിലെത്തുമ്പോഴേക്കും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുണ്ടാകും. റസൂലുള്ള സഅദിന്റെ മയ്യത്തെടുത്ത് മടി കിടത്തും. തുറന്നു കിടക്കുന്ന സഅദിന്റെ കണ്ണടച്ച് അരികിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, സഹാബാക്കളെ കരയരുത്, എന്റെ സഅദിന്റെ മരണ വാർത്ത കേട്ട് അള്ളാന്റെ സിംഹാസനം പോലും ഒന്ന് വിറച്ചിട്ടുണ്ട്. എന്റെ സഅദിന്റെ മരണ വാർത്ത കേട്ട് റബ്ബിന്റെ സിംഹാസനം പോലും ഒന്ന് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. ആ സഅദിന്റെ മയ്യത്തുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അരികിലേക്ക് എത്തി. ആ ഖബറിലേക്ക് അദ്ദേഹത്തെ കിടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മുകളിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടു. പിന്നെ റസൂല് ചെയ്യുന്നത് ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. സഹാബാക്കൾ ചോദിച്ചു, റസൂലേ എന്തിനാ നിങ്ങൾ ചിരിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് മനുഷ്യൻ മരിച്ച് ഖബറിൽ കൊണ്ടുവച്ചാലും ആ ഖബറിന്ന് അവന്റെ ആത്മാവിനെ അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അള്ളാഹ് മലക്കളെ പറഞ്ഞയക്കും. ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് മരിച്ചവന്റെ സൽക്കർമ്മങ്ങളുടെ സമ്പാദ്യത്തിനനുസരിച്ചാണ്. അവന്റെ സൽക്കർമ്മങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാ അള്ളാഹ് മലക്കിനെ അയക്കുക. ചിലപ്പോ ഒരു മലക്കേ ചിലർക്ക് വരൂ, ചിലർക്ക് 5, ചിലർക്ക് 10, ചിലർക്ക് 100, ചിലർക്ക് 1000. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്റെ സഅദിന്റെ മയ്യത്ത് കൊണ്ടുപോവാൻ അള്ളാഹ് പറഞ്ഞയച്ച മലക്ക് എത്രയാണെന്നറിയോ സഹാബത്തെ? റബ്ബിന്റെ സ്വർഗത്തിന് കാവല് നിൽക്കുന്ന 70,000 മലക്കുകൾ. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർന്നു പോകുന്ന സഅദിനെ കണ്ടപ്പോ എനിക്ക് ചിരിക്കാനാ സഹാബത്തെ തോന്നിയത്. അതിലും വലിയൊരു സ്വാഗതം, സ്വീകരണം നിന്റെ സഅദിന് പടച്ചോൻ കൊടുക്കാനില്ല. പ്രിയപ്പെട്ടവരെ, 5 കൊല്ലം 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിൽ അള്ളാന്റെ ദുനിയാവെന്ന് തിരിച്ചുപോയ ഒരു സ്വഹാബിക്ക് 70,000 മലക്കുകളുടെ സ്വാഗതം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എത്ര കൊല്ലായി? ചുരുങ്ങിയതൊരു 10-20 കൊല്ലത്തിന്റെ കണക്കെങ്കിലും പറയാനില്ലേ? 20 കൊല്ലം കൊണ്ടൊരു 20 മലക്കിന്റെ ഖബറിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഉറപ്പില്ലെങ്കിൽ പിന്നെന്താ ഉമ്മത്തെ ഞാനും നിങ്ങളും സമ്പാദിച്ച്? വലിയ വീടോ, ആരും അറിയാതെ വാങ്ങിയിട്ട 10 സെന്റ് സ്ഥലോ, മക്കളെ പഠിപ്പിച്ച് 10A+ വാങ്ങി ജോലിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞ അഹങ്കാരോ? ഇതേ ചില വാപ്പാർക്കും പറയാനുണ്ടാവൂ.